അപ്പൊ കൗട്ടടിച്ച് വണ്ടി ഓടിച്ചു തന്നെ സിംഗപ്പൂർ എന്തൊക്കെ വള്ളിയാണ് കിട്ടാൻ വേണ്ടി പോണെന്നുള്ള വീഡിയോ ഉണ്ടാ കണ്ടോക്ക്. എന്തൊക്കെയുണ്ട് മച്ചു, എന്തൊക്കെയുണ്ട് പരിപാടി. അപ്പൊ ഇന്ന് സിംഗപ്പൂരിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ നമുക്ക് എന്തൊക്കെ സർപ്രൈസസ് കിട്ടാം എന്നുള്ള രീതിക്കുള്ള വീഡിയോ ഉണ്ടത്. അതായത് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാല, ഒരു ഇത്തിരി ചട്ടിയാണ്. അതായത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയില്, സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10,000 വരെ ഫൈൻ, തേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്ക് വണ്ടി ഓടിക്കാനുള്ള അവസരമില്ല, കട്ട്. അപ്പൊ അങ്ങനത്തെ സ്ട്രിക്റ്റിൽ വേണ്ട. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് ബ്ലഡിൽ ഇത്ര അളവ് എന്നുള്ള രീതിക്കാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ബിയർ അല്ലെങ്കിൽ ഒരു പെഗ്ഗാണ് കണക്ക്. ആരും അങ്ങനെ ഒരു ബിയറും പെഗ്ഗിൽ നിർത്തൂലല്ലോ. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ ഇവര് വെറുതെ നമ്മളെ പുള്ളോർ ചെയ്യുന്നില്ല, ഇവർക്ക് തോന്നണം. അതായത് ഇവർ തോന്നണേ വണ്ടി ഇത്ര പാളുണ്ടല്ലോ, നിർത്തിയൊക്കെ ഇവനെ വിളിച്ച് ചെക്ക് ചെയ്യാം, നമ്മളെ ലൈസൻസ് ഒക്കെ ചോദിച്ച്. അങ്ങനെയാണ് ഇവര് സംശയമുള്ള ആൾക്കാരെ മാത്രമേ പിടിക്കുള്ളൂട്ടാ. അല്ലാത്ത ആൾക്കാർ, ഞാനിപ്പോൾ 5 വർഷമായി, ഞാൻ ഇതുവരെ ഒരു സംശയം കൊടുത്തു എല്ലാവർക്കും. അതായത് എന്നെ ഇതുവരെ ഒരു സ്ഥലത്ത് ഊതിച്ചിട്ടുമില്ല, ഒരു സ്ഥലത്ത് ലൈസൻസ് ചോദിച്ചിട്ടില്ല കേട്ടോ. നീ ഓക്കെയാണ്, നീ വിട്ടുവെന്നേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ കാര്യം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ കണ്ട, അതായത് നമ്മുടെ നാട്ടില് 1000 രൂപ ഇപ്പൊ. അതായത് നേരത്തെ ഇത്തിരി ഫൈൻ ഉണ്ടായിരുന്നു, ഇപ്പൊ പക്ഷേ റിവൈസ് അവരിപ്പോ 1000 രൂപ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ 1000 രൂപ, പിന്നെ പിറ്റേ ദിവസം ഒരു ബോധവൽക്കരണ ക്ലാസ്സും കൂടി ഉണ്ടാ ചെയ്യണത്. അതാണ് നമ്മുടെ നാട്ടിലിപ്പോ ശിക്ഷ. അതിപ്പോ ആർക്കും ഇപ്പൊ കള്ളുപിടിച്ച് വണ്ടി ഓടിച്ചാൽ ഓക്കെ ആണല്ലോ, ആർക്കും ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ കള്ളുപിടിച്ച് വണ്ടി ഓടിക്കണം, എനിക്കും തന്നെ പേടിയുണ്ടാവും. ഒരു പേടിയില്ല, ഞാൻ കള്ളുപിടിച്ച് വണ്ടി ഓടിക്കും നാട്ടിൽ പോയിക്കാൻ. അപ്പോഴേക്കും എന്നെ പിടിച്ചോണ്ട് പോകും. എന്നിട്ട് എന്താ 1000 രൂപ കൊടുക്കും, ഒരു ബോധവൽക്കരണ ക്ലാസ്, അത് പറ്റും പുറത്ത് പോയിരുന്ന് കൂടണം, അത്രേ ഉള്ളൂ. അപ്പൊ ആൾക്കാരെല്ലാരും മദ്യപിച്ച് തന്നെയുണ്ട് വണ്ടി ഓടിക്കണം. ഇപ്പൊ നമ്മളെ നാട്ടില് മദ്യപിച്ച് വണ്ടി ഓടിക്കണം അത്ര വലിയ കുറ്റമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഈ മദ്യത്തിന്റെ സീലില വണ്ടി ഓടിക്കാണ്ട. അപ്പൊ ഞാൻ ഏതാ പറയാൻ വേണ്ടി വന്നത്. അപ്പൊ ശരി, വേറെ വീഡിയോ കാണാം. ഓക്കെ.